ഇത്രയും പേർക്ക് കർത്താവ് ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടാവണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ അംഗങ്ങൾ കുറവാണ്. എങ്കിലും നമ്മെ അറിയുന്ന ദൈവം, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ അവസ്ഥകളെ അറിയുന്ന കർത്താവ് നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ പര്യാപ്തനാണ്. അവൻ നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് നമുക്ക് കുറച്ച് വിശ്വസിച്ച പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ആമേൻ. ഇന്ന് വിശേഷിച്ച് കർത്താവിന്റെ ദാസന്മാരാരും നമ്മുടെ മധ്യത്തിലില്ലല്ലോ എന്ന ഒരു നിരാശ നമ്മളെ ആരെയും ഭരിക്കാതിരിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്രം. പ്രവാചകനായ ബിലയാമ, സ്തോത്രം, തന്റെ ജനത്തെ ശപിക്കുവാൻ കഴുതയ്ക്ക് കോപ്പിട്ടവൻ പുറപ്പെട്ടു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. അങ്ങനെ കഴുതയ്ക്ക് കോപ്പിട്ട് പുറപ്പെടുമ്പോൾ ആ കഴുത എവിടെ നിന്നു? ദൈവത്തിന് ദൂതൻ നിൽക്കുന്ന മുഖാന്തരം കഴുത നിന്നു. കഴുത കിടന്നവൻ കഴുതയെ തല്ലി. ആ കഴുത എഴുന്നേറ്റു, വായെടുത്ത് സംസാരിച്ചു, നാക്കെടുത്ത് സംസാരിച്ചു. ദൈവത്തിന് ദൂതനെ നീ കാണുന്നില്ലയോ എന്ന് ചോദിച്ചു. ആമേൻ. ആ കഴുതയുടെ പുറത്ത് അതിനു മുമ്പും പല പ്രാവശ്യം അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാകും, അദ്ദേഹം അതിനുശേഷവും സഞ്ചരിച്ചിട്ടുണ്ടാകും. പക്ഷേ ആമേൻ, ആ കഴുത സംസാരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സന്ദർശിച്ചു, അവന്റെ കണ്ണുകളെ തുറക്കുവാൻ തക്കൊണ്ടും ഇടയായി തീർന്നു. ആമേൻ, സ്തോത്രം. കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച് പ്രവാചകന്റെ കണ്ണുകളെ തുറപ്പിക്കാൻ കഴിവുള്ള ദൈവം, ആമേൻ, സംസാരശേഷിയുള്ള നമ്മളെ ഓരോരുത്തരെയും കൊണ്ട് എത്രയധികം പ്രവൃത്തി ചെയ്യുമെന്ന് നമുക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. മുൻവിധികളെല്ലാം മാറ്റിവെച്ച് നമ്മുടെ സ്തോത്രം, ആമേൻ, വിചാരണ ചിന്തകളും മുൻവിധികളൊക്കെ മാറ്റിവെച്ച് നമുക്ക് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനത്തിന് മുൻപിലായിരിക്കാം. അല്പം കൊണ്ടും അധികം കൊണ്ടും നമ്മെ പോഷിപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുവാൻ, നമ്മോട് സംസാരിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാനും എന്നെ തന്നെ സമർപ്പിക്കുന്നു. വിശേഷാൽ സ്തോത്രം, ഒരു ഉപദേശ സംബന്ധിയായ വിഷയം അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഒരു പ്രസംഗം പറയുവാനുള്ളതാകുന്ന പ്രാപ്തിയോ, അല്ലെങ്കിൽ ദൈവസഭയായ എന്നേക്കാൾ പ്രായം കൊണ്ടും പക്വത കൊണ്ടും വചനജ്ഞാനത്തിലെ യോഗ്യരായ പ്രിയപ്പെട്ടവരോട്, എൻ്റെ സഹോദരങ്ങളോട്, മാതാപിതാക്കളോട് ഒരു ഉപദേശം പറഞ്ഞ് ഒരു ഉപദേശ വിഷയം കൊണ്ടുവന്നൊരു പ്രസംഗം നടത്താനുള്ളതാകുന്ന പ്രാപ്തിയൊന്നും എനിക്കില്ല. ആമേൻ, സ്തോത്രമെങ്കിലും നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, നമ്മുടെ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ ആയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മളെ ദൈവത്തോട് ചേർത്തടിപ്പിക്കുന്ന ഒരു ലഘു സന്ദേശം ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമ്മളെല്ലാവരും പല ഉരുവ് വായിക്കുകയും നമുക്ക് എല്ലാവർക്കും ഹൃദയസ്ഥമായ മനഃപ്പാഠമായ ഒരു വാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ആമേൻ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ആമേൻ, ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ജനം അങ്ങയുടേത്, അടിയനും അങ്ങയുടേത്. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ജനത്തിന് ആവശ്യമാകുന്ന ദൈവിക ആലോചന പറയുവാൻ അടിയനെ ബലപ്പെടുത്തണമേ. കർത്താവെ, സ്വന്തമായ കഴിവുകളോ പ്രാപ്തിയോ ഒന്നും തന്നെ ഇല്ല, എങ്കിൽ മാത്രം ശരണപ്പെടുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കിയാൽ സ്തോത്രം, മഹത്വം തിരുമേനിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, സ്തോത്രം. ആമേൻ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ. ആമേൻ. ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തില് എന്താണ്? സ്തോത്രം, പല പല മുഖങ്ങൾ മിന്നി മാറി പോകുന്നുണ്ടല്ലേ? ആമേൻ, സ്തോത്രം. നമുക്കെതിരായി നിൽക്കുന്നവര് ജോലി മേഖലകളിലാണെങ്കിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലാണെങ്കിൽ, പല സ്ഥലങ്ങളിൽ നമുക്കെതിരായിട്ട് അല്ലെങ്കിൽ നമ്മളെ ദണ്ഡിപ്പിച്ചുകൊണ്ട് വളരെ ഇങ്ങനെ നിൽക്കുന്ന പല ജീവിതങ്ങൾ ഉണ്ടാകും. അവരുടെയൊക്കെ മുഖം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകും. ആമേൻ, സ്തോത്രം. നമ്മുടെ കുറ്റമല്ല, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയും ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. എങ്കിലും ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് ശക്തിയോടെ നമുക്ക് ഇന്ന് രാത്രി കാലം പറയാൻ തക്കൊണ്ടും ഇടയായി തീരണം. ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. പക്ഷേ നമുക്ക് പ്രതികൂലമായിട്ട്, നമുക്കെതിരായിട്ട് ആമേൻ, സ്തോത്രം, ഒരു ശക്തിക്കും ജയിപ്പാൻ കഴിയുകയില്ല എന്നത് ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ്. ആമേൻ. മറ്റൊരു ശക്തിയും നമുക്കെതിരായി വരികയില്ല. പക്ഷേ അതിന് മുമ്പത്തെ വാക്യം, ആദ്യത്തെ വാക്യം നമ്മൾ ശ്രദ്ധ വെച്ച് കേൾക്കണം. ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ, ഒന്ന്, ദൈവം എനിക്ക് അനുകൂലമാകണം. ദൈവം എനിക്ക് അനുകൂലമായെങ്കിൽ മാത്രമേ പ്രതികൂലം ആർ എന്ന് ചോദിക്കാനുള്ളതാകുന്ന തൻ്റെ ഇടം നമുക്കുണ്ടാവുകയുള്ളൂ. ആമേൻ. ദൈവം എനിക്ക് അനുകൂലമാകണമെങ്കിൽ ഞാൻ എന്തായിരിക്കണം? ഞാൻ ദൈവത്തിനുള്ളവനായിരിക്കണം.
ഞാൻ കർത്താവിനുള്ളവനായിരിക്കണം, ഞാൻ ദൈവത്തെ ധരിച്ചവനായിരിക്കണം, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരിക്കണം, ഞാൻ ദൈവത്തിൽ ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും പ്രതികൂലം ആർ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഇടത്തുനിന്നും കൊണ്ട് ഒരു പുതുശക്തി പ്രാപിക്കുവാൻ, ശക്തിയോടെ പിശാചിനെ നോക്കിക്കൊണ്ട് പറയാൻ തക്കണം ഇടയായി തീരണം. ഞാൻ എൻ്റെ ദൈവത്തിനുള്ളതാണ്, എനിക്ക് പ്രതികൂലമായി നിൽക്കുവാൻ നിന്റെ ശക്തി പോരാ എന്ന് ധൈര്യത്തോടെ പറയാൻ തക്കണം ഇടയായി തീരട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോസ്തലനാകുന്ന പൗലോസ് സ്തോത്രം റോമാലേഖനം എന്ന് പറയുമ്പോൾ, റോമാലേഖനം പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളുടെ നല്ലൊരു സംഹിതയാണ്. ആമേൻ. അനവധി ഉപദേശങ്ങൾ, പുതിയ നിയമസഭയ്ക്ക് വേണ്ടിയുള്ളതാകുന്ന അനവധി ഉപദേശങ്ങൾ കോർത്തിണക്കിയിരിക്കുന്ന ആ ഒരു സ്തോത്ര ലേഖനമാണല്ലോ റോമാലേഖനം. ആമേൻ. സ്തോത്രം. അതിൽ പ്രധാനമായും അപ്പോസ്തലൻ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണം. ആമേൻ. മനുഷ്യൻ തന്റെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നില്ല. സൽപ്രവൃത്തി ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്തത് കൊണ്ട് മാത്രം ആമേൻ മനുഷ്യന് നീതീകരണം പ്രാപിക്കുന്നില്ല. വിശ്വസിച്ചാൽ. എങ്ങനെ വിശ്വസിക്കണം? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം, അവനിൽ ഉറയ്ക്കണം, അവനിൽ ജീവിക്കണം, അവനെ അറിഞ്ഞ് അവനിൽ വസിച്ച് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ അവന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവനാമത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം അപ്പോസ്തലൻ ഈ ലേഖനത്തിൽ കൂടെ നമ്മോട് പ്രബോധനം അരുളുകയാണ്. ആമേൻ. സ്തോത്രം. ഈ വേദഭാഗത്തിൽ ഈ 8-ാം അധ്യായം ആരംഭിക്കുന്ന ഭാഗത്ത് തൊട്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവന് ഒരു ശിക്ഷാവിധിയുമില്ല. അവൻ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവന് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അതിന്റെ 17 വരെയുള്ള ഏകദേശം 17 വരെയുള്ള വാക്യങ്ങളിൽ ആമേൻ സ്തോത്രം ജഡമനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിലുള്ളൊരു യുദ്ധത്തെ നമുക്ക് കാണാൻ കഴിയും. ജഡവും ആത്മാവും തമ്മിലുള്ളൊരു യുദ്ധം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ജഡത്തിന്റെ ചിന്തയോ മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആമേൻ. ജഡത്തിന്റെ ചിന്ത മരണം എന്ന് പറയുന്നു. ഇങ്ങനെ ജഡവും ആത്മീയ മനുഷ്യനും തമ്മിലുള്ള ആ യുദ്ധത്തെ പറ്റി വർണ്ണിച്ച് താഴോട്ട് വരും തോറും ആമേൻ സ്തോത്രം തേജസ്സിനെ പറ്റി പറയുന്നു. ഹല്ലേലൂയ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുള്ളത് പറഞ്ഞ് തേജസ്സിനെ പറ്റി വിവരിക്കുന്നു. അങ്ങനെ പറഞ്ഞു വരുന്ന വാക്യമാണ് ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്ന് പറഞ്ഞ് തീർന്നിട്ട് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ആ 31 മുതൽ 35 വരെയുള്ള ആ ചെറിയ ഖണ്ഡികയിൽ ഏകദേശം 6 ചോദ്യങ്ങൾ അപ്പോസ്തലൻ ഉന്നയിക്കുന്നുണ്ട്. 6 ചോദ്യങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നാമത്തേത്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? അതുപോലെ തന്നെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അവൻ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കും? നീതീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ? നമുക്ക് അവസാന ഭാഗം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? ആമേൻ. ഇങ്ങനെ 6 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം എന്ന് പറയുന്നാൽ ഇല്ല, ആരുമില്ല, ഒന്നുമില്ല എന്ന് തന്നെയാണ്. വിശ്വാസത്തിലുള്ള ദൈവമക്കൾക്ക്, കർത്താവിനെ അറിഞ്ഞ മക്കൾക്ക് കാലാകാലങ്ങളായി വിവിധ സാഹചര്യങ്ങളിലായിരുന്ന, വിവിധ സ്ഥലങ്ങളിലായിരുന്ന, വിവിധ മേഖലകളിലായിരുന്ന നമ്മളെ ഓരോരുത്തരെ ദൈവം വിളിച്ച് വേർതിരിച്ച് തന്റെ മക്കളാക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയാൻ തക്കണം ഇടയായി തീരട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് പ്രതികൂലമായിട്ട് ആര്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മാനുഷിക നിലകളിൽ, മനുഷ്യരോടുള്ള നിലകളിലോ മനുഷ്യരോടുള്ള ബന്ധത്തിലോ നമുക്ക് ചിന്തിക്കേണ്ട. ആമേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ആമേ ലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ആകയാൽ സ്തോത്രം, നമുക്കെതിരെ ഒരു പോരാട്ടമുണ്ട്, നമുക്കെതിരെ ശത്രുവിൻ്റെതാകുന്ന ഒരു പ്രവൃത്തിയുണ്ട്, നിശ്ചയമായും ഉണ്ട്. നമുക്കെതിരെ ഒരു പ്രവൃത്തിയുണ്ട്. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ആമേൻ ഒരു കളിക്കളത്തിലല്ല, നിശ്ചയമായും നമ്മളെല്ലാവരും ഒരു പോർക്കളത്തിൽ അത്രേ. ആമേൻ. ഈ പോർക്കളത്തിലായിരിക്കുമ്പോൾ നമുക്കെതിരെ ഒരു പോരാട്ടമുണ്ട് എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. നമ്മളെല്ലാവരും പോർക്കളത്തിലായിരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നാം ആയുധധാരികളായിരിക്കണം, നാം ഒരുക്കമുള്ളവരായിരിക്കണം, എപ്പോഴും തയ്യാറായി നിൽക്കുന്നവരായിരിക്കണം. പിന്നീട് ഒന്നുകൂടിയുണ്ട്, ആമേൻ സ്തോത്രം, മരണം വന്നാലും മരിക്കുന്നത് വരെ പോരാടുവാൻ തക്കവണ്ണം തയ്യാറായി നിൽക്കണം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ
ഇന്ന് കർത്താവിന്റെ ദാസന്മാർ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാമല്ലോ. ആമേൻ, സ്തോത്രം. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളിലും, ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ പച്ചക്കിട്ട് കത്തിക്കുന്നത് പോലും സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്തോത്രം. ആമേൻ. ഇന്ന് വരെയും ഉണ്ടായിട്ടുണ്ട്. എത്രയെത്ര രക്തസാക്ഷികൾ നമ്മുടെ വചനത്തിൽ കൂടെയും അതുപോലെ തന്നെ ചരിത്രത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. വചനത്തിന് വേണ്ടി നിന്നവർ, ദൈവനാമത്തിന് വേണ്ടി നിന്നവർ, കർത്താവിന് വേണ്ടി നിലകൊണ്ടവർ, എത്രയോ പേർ രക്തസാക്ഷിത്വം വരിച്ച് കർത്താവിനോട് ചേർക്കപ്പെട്ടു. ആമേൻ. ദൈവമക്കളെ, ഈ പോർക്കളത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആമേൻ, നമ്മുടെ ജീവിതത്തെ അവൻ ഒരുക്കമുള്ളതാക്കി എടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയോട് ചേർന്നിട്ട് നമുക്ക് പറയാം, ദൈവം എനിക്ക് അനുകൂലമാണ്, ഞാൻ എൻ്റെ ദൈവത്തിനുള്ളവനാണ്, ഉള്ളവനാണ്, എനിക്കെതിരായി വരുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന ധൈര്യത്തോടെ പറയാം. ആമേൻ. ഈ വചനഭാഗത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവം അനുകൂലമായതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ലഭിച്ചു എന്നുള്ളതിനെ പറ്റി അതിന് പിന്നീടുള്ള വാക്യങ്ങളിൽ പറയുന്നു. 32-ാമത്തെ വാക്യം, ആമേൻ, സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ നമുക്ക് ഏൽപ്പിച്ചു തന്നു. ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. 33-ാമത്തെ വാക്യം, മനുഷ്യരാരും കുറ്റം വിധിപ്പാൻ സംഗതിയില്ലാത്ത വിധം നമ്മളെ തിരഞ്ഞെടുത്തു. മനുഷ്യൻ കുറ്റം വിധിക്കാത്ത വിധത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തു. അടുത്തത്, മരിച്ചു, ഉയർത്തു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്തൊന്നും നമ്മുടെ സൈഡിൽ നിന്നില്ല, നമ്മുടെ പക്ഷത്തുനിന്നില്ല, എല്ലാം സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നൽകി തന്നതാ. ഇല്ലേ ദൈവമക്കളെ? ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ വചനത്തിൽ കൂടെ ആമേൻ, സ്തോത്രം, ഈ ആലോചനകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മളെല്ലാം ആയിരിക്കുന്ന നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ആ ഭവനത്തിന്റെ അകത്തളത്തിൽ നമ്മൾ ഇരിക്കുന്ന ആ മുറിക്കുള്ളിൽ കടന്നു വന്ന് നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആമേൻ. യാതൊരു വിധമാകുന്ന സ്തോത്രം മറവുകളോ യാതൊരു വിധമാകുന്ന ദുർഘടങ്ങളോ ഇല്ലാതെ കടന്നു വന്ന് നിങ്ങളെ ശക്തീകരിക്കുവാൻ ആമേൻ നമ്മുടെ ദൈവം ആമേൻ ബലവാനാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഞാൻ തന്നെ സമർപ്പിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും ദൈവം നമുക്ക് വേണ്ടി ചെയ്തത്, ദൈവം നമ്മളെ അനുകൂലമാക്കിയത്, ദൈവം നമുക്ക് അനുകൂലമാകണമെങ്കിൽ ആമേൻ അവൻ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു. ആമേൻ. കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരാം. 2-ാം അധ്യായം 13-ാം വാക്യം. ആമേൻ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അകകർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. ആമേൻ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവനെ പരസ്യമായ കാഴ്ചയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു നമ്മുടെ കർത്താവ്. ആമേൻ. തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തന്നു. നമുക്ക് വേണ്ടി ആമേൻ വാഴ്ചകളുടെ മേലും സകലത്തിന് മേലും അധികാരം നൽകി തന്ന ദൈവം, സ്തോത്രം. സകലത്തെയും തോൽപ്പിച്ച് അവൻ കാൽവരി ക്രൂശിൽ ജയാളിയായി തീർന്നു. ആ ജയാളിയായ ദൈവത്തെ അനുകരിക്കുന്നവർ, ജയാളിയായ ദൈവത്തിന്റെ പാത പിൻപറ്റുന്ന ദൈവമക്കൾ ആമേൻ ശക്തിയോടെ ധൈര്യത്തോടെ ഒരുമിച്ച് വിളിച്ചു പറ, ആമേൻ, ദൈവം എനിക്ക് അനുകൂലം, പ്രതികൂലം ആർ? ശത്രുവിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് പറയാം. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 118:6 ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ആമേൻ. 56:9 ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലം എന്നറിയുന്നു. ആമേൻ. ഇനിയുമുണ്ട് എബ്രായ ലേഖനം 13:6 ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. ഹല്ലേലൂയ. ഇങ്ങനെ അനവധി വാക്യങ്ങൾ. ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മളെ ബലപ്പെടുത്തുന്ന വിശ്വാസ ജീവിത പോർക്കളത്തിൽ നാം തളർന്നു പോകാതെ നമ്മളെ ശക്തീകരിക്കുവാൻ പര്യാപ്തമായ അനവധി വചനങ്ങൾ കർത്താവിന്റെ വചനത്തിൽ കൂടെ, ദൈവവചനത്തിൽ കൂടെ നമുക്ക് വായിക്കുവാനും വായിച്ച് ആശ്വാസം കണ്ടെത്തുവാനും കേട്ട് ആശ്വസിക്കുവാനും എല്ലാം കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ഇത് രാത്രിയിൽ ആമേൻ, സ്തോത്രം, നമ്മളൊക്കെ ഇപ്പോഴായിരിക്കുന്ന ഈ സാഹചര്യം എനിക്കറിയാം അല്പ സംഘർഷഭരിതമാകുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും ജോലിയോടനുബന്ധിച്ച് ഈ ദേശത്തായിരിക്കുമ്പോൾ ജോലിയിലുള്ളതാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ, ചില ദുർഘടസന്ധികളൊക്കെ നമ്മളിപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ഈ രാജ്യം പൊക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ ഫ്രസ്ട്രേഷനിലും ഒരു സ്ട്രെസ്സിലും അങ്ങനെയൊക്കെ പൊക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടു. അനേകം ചില സഹോദരങ്ങൾക്ക് ലോങ് ലീവ് പോകാൻ പറഞ്ഞു, ചില സഹോദരങ്ങൾക്ക് ടെർമിനേഷൻ ലെറ്റർ കിട്ടി. അങ്ങനെ പലരും പല വിധത്തിലുള്ളതാകുന്ന ബുദ്ധിമുട്ടുകളിലൂടെ പൊക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ഞാൻ സ്തോത്രം. പിന്നെ നമ്മൾ ആ സമയത്ത് ഈ ഒരു വചനം പ്രസംഗിക്കണം, അല്ലെ ഈ ഒരു വചനം നിങ്ങളുടെ ഇടയിൽ പറയണമെന്ന് ഒരു ദൈവാത്മ നിയോഗമുള്ളത് കൊണ്ടാണ് സ്തോത്രം ഈ ഒരു വചനം എടുത്തത്. നമുക്ക് ആശ്വാസമായി തീരുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ അല്പം കൂടി ശക്തീകരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു ആലോചന കർത്താവ് നൽകി തരുവാൻ ആമേൻ, സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. ആമേൻ. അടുത്തതായിട്ട് സ്തോത്രം,
ദൈവം അനുകൂലമായ ചില സാഹചര്യങ്ങളെ ദൈവ മക്കൾക്ക്, ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് അനുകൂലമായിരുന്ന ചില സാഹചര്യങ്ങളെ ആമേൻ പഴയ നിയമത്തിന്റെ ചരിത്ര ഭാഗത്തിൽ നിന്നും ഒന്ന് കൊണ്ടുവരുവാൻ തക്കണം ആഗ്രഹിക്കുകയാണ്. ആമേൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് സുപരിചിതമാകുന്ന വേദഭാഗവും ചരിത്ര പശ്ചാത്തലങ്ങളും തന്നെയാണ്. എങ്കിലും ആമേൻ അത് ഒരിക്കൽ കൂടി വായിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ തീർച്ചയായും അത് വിടുതലായി ഭവിക്കുമെന്നുള്ളതിൽ സ്വത്രം ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയും ഉറയ്ക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമുക്ക് കടന്നു വരാം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, 10:21. ജനമൊക്കെയും സമാധാനത്തോടെ അബ്കേദായിലെ പാളയത്തിൽ യോശുവയുടെ അടുക്കൽ മടങ്ങി ചെന്നു. ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തന്റെയും നേരെ ആരും തന്റെ നാവ് അനക്കിയതുമില്ല. മതി. ഇസ്രായേൽ മക്കളിൽ യാതൊരുത്തിന്റെയും നേരെ ആരും തന്റെ നാവ് അനക്കിയതുമില്ല. ഇത് ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന് ദൈവം വിളിച്ചു വേർതിരിച്ച് തന്റെ ദാസനാകുന്ന യോശുവ അവരെ നയിച്ചു കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളാണ്. ഇവരിങ്ങനെ പോകുന്ന വഴിയിൽ ഇവർക്ക് പലവിധമാകുന്ന യുദ്ധങ്ങൾ നേരിട്ടു. അനേക രാജാക്കന്മാരിൽ നിന്നുള്ളതാകുന്ന പ്രതികൂലങ്ങൾ നേരിട്ടു. ആമേൻ. അതിനു മുൻപുള്ള സന്ദർഭങ്ങളിലും അതുപോലെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്നും അവരെ വിളിച്ച് വേർതിരിച്ചിറക്കിക്കൊണ്ടുവരുന്ന സമയം മുതൽ തന്നെ അവരുടെ ജീവിതത്തിൽ പലവിധമാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നു എന്നുള്ളത് സത്യമാണ്. ആമേൻ. ഹല്ലേലൂയ. അവർക്കെതിരെ ഫറവോന്റെ സൈന്യം കടന്നു വന്നു. അതുപോലെ തന്നെ പല വൈതരണികൾ അവർ നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും അവിടെയെല്ലാം അവർക്ക് ദൈവത്തിന്റെ ഒരു കരുതലുണ്ടായിരുന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ അനുകൂലം അവർക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇങ്ങനെ അവർ തങ്ങളുടെ വാഗ്ദത്ത ദേശത്തെ നോക്കി യാത്ര ചെയ്യുകയാണ്. വാഗ്ദത്ത ദേശത്തിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ ആമേൻ അവരെ തടഞ്ഞുകൊണ്ട് അവർക്കെതിരായിട്ട് സ്തോത്രം ഒരു കൂട്ടം രാജാക്കന്മാർ യുദ്ധത്തിന് വേണ്ടി സന്നദ്ധരാവുകയാണ്. ആമേൻ. ആ 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ യോശുവ ഹായി പട്ടണം പിടിച്ച് നിർമൂലമാക്കിയെന്നും അവൻ യെരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്തു എന്ന് ഗിബെയോൻ നിവാസികൾ ഇസ്രായേലിനോട് സഖ്യത ചെയ്ത് അവരുടെ കൂട്ടത്തിലായി എന്നും യെരൂശലേം രാജാവായ അദാനീസോദെക്ക് കേട്ടപ്പോൾ അവിടെ സ്തോത്രം യെരൂശലേം രാജാവ് ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അവിടെ സ്തോത്രം അമോര്യ രാജാക്കന്മാരായ 5 രാജാക്കന്മാർ ചേർന്ന് ഇസ്രായേലിന് നേരെ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം തയ്യാറെടുക്കുകയാണ്. അവരുടെ ഉള്ളിലൊരു ഭയമുണ്ടായി. എങ്ങനെ? ആമേൻ സ്തോത്രം യോശുവയും കൂട്ടരും ഇതിനു മുൻപ് യെരിഹോ നിവാസികളോട് ചെയ്തതും അവിടുത്തെ രാജാവിനോട് ചെയ്തതും ഹായി നിവാസികളോട് ചെയ്തതും മനസ്സിലാക്കിയിട്ട് അത് കേട്ടറിഞ്ഞതിന് ശേഷം ഈ രാജാക്കന്മാരുടെ ഉള്ളിലൊരു ഭയമുണ്ടായി. അവർ ചേർന്ന് 5 പേര് ചേർന്ന് അമോരി രാജാക്കന്മാർ 5 പേർ ചേർന്ന് ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധത്തിന് വേണ്ടി അടുത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ പോർക്കളത്തിൽ ഈ വചനവുമായിട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വാഗ്ദത്തദേശം എന്താണ്? നമ്മുടെ വാഗ്ദത്തം എന്താണ്? ആമേൻ. ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത ഒരു ദേശം ഉയരെ നമുക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. വിശ്വാസ കനാനെ, സ്വർഗ കനാനെ നോക്കി യാത്ര ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ യാത്രയുടെ മധ്യത്തിലും പല വിധത്തിലുള്ളതാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരും എന്ന് തന്നെയാണ് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ആമേൻ. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല എന്ന് ധൈര്യത്തോടെ പറയുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ആമേൻ നമ്മുടെ വിശ്വാസത്തിൽ ദൃഢപ്പെട്ട് ധൈര്യപ്പെട്ട് നമ്മുടെ ഓട്ടം മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഹല്ലേലൂയ. പിന്മാറിപ്പോകുന്നവരുടെ കൂട്ടത്തിലല്ല, ആമേൻ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മളെല്ലാവരും. ആകയാൽ സ്തോത്രം, ഈ പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോഴും നമുക്കെതിരായിട്ട് ശത്രുവിന്റെ പലവിധമാകുന്ന പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ആമേൻ നാം പറയണം, പിശാചേ നിനക്ക് എന്നോടൊന്നും ചെയ്യുവാൻ തക്കവണ്ണം കഴിയുകയില്ല. ആമേൻ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ആമേൻ യോശുവയും കൂട്ടരും അങ്ങനെ ഇവർക്കെതിരായിട്ട് ഈ രാജാക്കന്മാർ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ച് ആമേൻ സ്തോത്രം അമോരി രാജാക്കന്മാർ 5 പേരും കൂടി കൂട്ടം കൂടി ആമേൻ യോശുവയ്ക്കും കൂട്ടർക്കും എതിരായിട്ട് വരുന്നു. അവിടെ 10-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. 8-ാമത്തെ വാക്യത്തിൽ യോശുവ പോയി കർത്താവിനോട്, യഹോവയായ ദൈവത്തോട് ചോദിക്കുകയാണ്, അരുളപ്പാട് ചോദിക്കുന്നു. അപ്പൊ ദൈവം പറയുന്ന വാക്ക് വായിച്ചോ. യഹോവ യോശുവയോട്, അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആമേൻ. അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കുകയില്ല എന്നരുളി ചെയ്തു. മതി. ആമേൻ. അവരിൽ ഒരുത്തനും നിന്റെ മുൻപിൽ നിൽക്കയില്ല എന്ന് പറഞ്ഞു. ആമേൻ.
ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്ന യോശുവ പോയി ചോദിച്ചിട്ട് സ്വന്തം ബുദ്ധിയിലൂന്നാതെ, സ്വന്തം കഴിവിൽ പ്രശംസിക്കാതെ, സ്വന്തമായുള്ള തന്റെ സൈന്യബലത്തിൽ ആശ്രയിക്കാതെ, ആമേൻ, ആദ്യമായി പോയി ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്ന ഒരു സ്തോത്രം ദൈവദാസൻ, ഒരു യോശുവ. ആമേൻ, സ്തോത്രം. നമ്മൾ പലപ്പോഴും നമുക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ, നമ്മുടെ ഇടയിൽ നമുക്ക് നേരെ ഏതെങ്കിലും ഒരു മനുഷ്യരുടെ വാക്കുച്ചരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടേതായ നിലകളിൽ പ്രതികരിച്ചു പോകും. നമ്മൾ വാക്കുകൾ കൊണ്ട് പ്രതികരിച്ചു പോകും, അല്ലെങ്കിൽ പലതരത്തിൽ നമ്മൾ പ്രതികരിച്ചു പോകും. എന്നാൽ സ്തോത്രം, ഇവിടെ യോശുവ ചെയ്യുന്നത്, അവൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്ന കർത്താവിന്റെ ആലോചന ചോദിക്കുന്നു. ദൈവമേ, സ്തോത്രം, എന്തു ചെയ്യണം? അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ ധൈര്യമായിട്ടിരിക്കുക. ആമേൻ, ആ ജനത്തെ, ആമേൻ, ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യഹോവ തന്നെ യുദ്ധം ചെയ്യുകയാണ്. ഇതിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുൻപും പിൻപും ഉണ്ടായിട്ടില്ല. യഹോവ തന്നെയായിരുന്നു ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തത്. അവിടെ ആമേൻ, ഇസ്രായേലിന് വേണ്ടി യഹോവയായ ദൈവം യുദ്ധം ചെയ്യുന്ന കാഴ്ച. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. പ്രകൃതിയുടെ മേൽ അവൻ അധികാരം കൊടുക്കുകയാണ്. 12-ാമത്തെ വാക്യത്തിൽ, സൂര്യ നീ ഗിബെയോനിലും, ആമേൻ, ചന്ദ്ര നീ അയ്ലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞ്, ആമേൻ, പ്രകൃതിയുടെ മേൽ പോലും അധികാരം ദൈവം കൊടുക്കുകയാണ് യോശുവയ്ക്ക് മേൽ. എന്റെ ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ, വിശ്വാസ പോർക്കളത്തിൽ ഇന്ന് നിങ്ങൾ ആരെങ്കിലും, ആമേൻ, സ്തോത്രം, അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങളാകട്ടെ, എന്ത് തന്നെയാകട്ടെ, ഇങ്ങനെ ഒരു പ്രതികൂല സാഹചര്യത്തിൽ കൂടെ ദൈവം, സ്തോത്രം, അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ധൈര്യത്തോടെ പറയാം, ആമേൻ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവം, ആമേൻ, നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസി എന്ന നിലയിൽ, ദൈവമക്കൾ എന്ന നിലയിൽ, തന്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ചില അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട്. അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം, ആമേൻ, സ്തോത്രം, ഞാൻ ജയിക്കും, ഞാൻ കീഴടക്കും, ഞാൻ എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്ന് ധൈര്യത്തോടെ പറയുവാൻ തക്കണമിടയായി തീരട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. തളർന്നു പോകുന്നവരായി തീരുവാനല്ല, പിന്നീട് മൗനമായിരുന്നെങ്കിൽ മാറിപ്പോകുവാൻ വേണ്ടിയിട്ടല്ല. ആമേൻ, പ്രതികൂലങ്ങൾ ഓരോന്ന് വരുമ്പോഴും ശക്തിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു മുന്നേറുവാൻ തക്കണമിടയായി തീരാം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നീട് അതിന്റെ 10-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വന്നാട്ടെ. 24-ാമത്തെ വാക്യം, രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെയൊക്കെയും വിളിപ്പിച്ച് തന്നോടുകൂടെ പോയ പടജനത്തിന്റെ അധിപതിമാരോട് അടുത്ത് വന്ന് ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാൽ വെപ്പിൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചനത്തോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു വേദഭാഗം നമ്മുടെ പുതിയ നിയമത്തിലുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 10:19 വായിച്ചാട്ടെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശത്രുവായവന്റെ മേൽ കഴുത്തിൽ കാൽ വയ്ക്കുവാൻ തക്കവണ്ണം യോശുവ കൽപ്പിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, ആമേൻ, ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ദൈവം സകലത്തെയും തന്റെ കാൽ കീഴാക്കി ജയം വരിച്ച കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കളാകുന്ന നമുക്കെതിരായി വരുന്ന ഒരു സൈന്യം എന്ന നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ധൈര്യത്തോടെ പറയുവാൻ തക്കവണ്ണമിടയായി തീരട്ടെ. നമ്മുടെ വിശ്വാസ ജീവിതം, ആമേൻ, ഒന്നാളിക്കത്തി, ഒന്നണഞ്ഞ്, പിന്നീട് മങ്ങി, പിന്നെയും കത്തി, അങ്ങനെ ആയിത്തീരാതെ, ആമേൻ, സ്തോത്രം, എന്നും കത്തി നിൽക്കുന്നതായി തീരുവാൻ തക്കവണ്ണമിടയായി തീരട്ടെ. ഈ ഭൂതലത്തിൽ നമുക്ക് കർത്താവ് നൽകി തരുന്ന ഒരു ആയുസ്സുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവം നൽകി തരുന്ന ആയുസ് മുഴുവനും എന്റെ ദൈവത്തെ സേവിക്കുവാനും എന്റെ ദൈവത്തിന് നല്ലൊരു ധീര യോദ്ധാവായി നിൽപ്പാനും തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ദൈവത്തോട് നമുക്ക് ചേർന്ന് പറയുവാൻ തക്കവണ്ണമിടയായി തീരട്ടെ. അങ്ങനെ, ആമേൻ, സ്തോത്രം, അവിടെ ദൈവം അവർക്ക് മേൽ ജയം കൊടുക്കുകയാണ്. യഹോവ യുദ്ധം ചെയ്തു, പ്രകൃതിയുടെ മേൽ അധികാരം കൊടുത്തു. അവരുടെ കഴുത്തിൽ കാൽ വെച്ച് അവരെ തോൽപ്പിക്കുവാൻ, ആ രാജാക്കന്മാരെ ഗ്രഹിച്ചു കളയുവാൻ അത്രയേറെ ശക്തിയും അധികാരവും ദൈവം കൊടുത്തു. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ട് ആരെങ്കിലും ഉണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ എത്ര സംഭവങ്ങളുണ്ട്. ദൈവം അനുകൂലമായിരുന്നു തന്റെ മക്കളെ വിടുവിച്ച, അത്ഭുതകരമായി അവരെ നടത്തിയ വഴികളെ പറ്റി പറയുവാൻ എത്ര സാഹചര്യങ്ങളുണ്ട്. പിന്നീട് നമുക്ക് വരികയാണെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. 2 ദിനവൃത്താന്തം 15:2. അവൻ ആസായെതിരായിട്ട് അവനോട് പറഞ്ഞു എന്തെന്നാൽ, അല്ല, 15:2. 2 ദിനവൃത്താന്തം. നിങ്ങൾ യഹോവയോട്, താഴോട്ട് വായിച്ചാൽ മതി. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും.
അവനെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നെങ്കിലോ അവൻ നിങ്ങളെയും ഉപേക്ഷിക്കും. ആമേൻ. യഹോവ അവരോട് കൂടെ ഇരിക്കും. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ആമേൻ, സ്തോത്രം. ദൈവത്തോട് കൂടെ വസിക്കുവാൻ, ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ, ദൈവത്തോട് കൂടെ ഇരുന്ന്, അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം, ആമേൻ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആ ഒരു ഉറപ്പ് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു. എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്, എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, ആമേൻ എന്നുള്ളതാകുന്ന ആ ഒരു സാക്ഷ്യവും ആ ഒരു ഉറപ്പും വിശ്വാസികളാകുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുവാൻ തക്കണമിടയായി തീരട്ടെ. അവനെ ഉപേക്ഷിച്ച് കളയാതെ, അവനെ വിട്ടുകളയാതെ, അവനെ വിട്ടുമാറി ജീവിക്കാതെ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പറയുവാൻ തക്കണമിടയായി തീരണം. ആമേൻ. ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ഈ അധികാരം, ആമേൻ, ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നു. ആമേൻ, കർത്താവ് നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ രാത്രിയെങ്കിൽ ദൈവമക്കളായ നമുക്ക് എല്ലാവർക്കും കർത്താവിനോട് പറയാം, ദൈവത്തിന്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതാ, എനിക്ക് പ്രതികൂലങ്ങൾ അനവധിയുണ്ട്, എതിരുകളുണ്ട്, ഹല്ലേലൂയ, പലവിധമാകുന്ന പ്രശ്നങ്ങളുണ്ട്, എങ്കിൽ തന്നെയും സ്തോത്രം, ഞാൻ അങ്ങയുടെ പാതയുടെ അടുത്ത് വരുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. ദൈവം എനിക്ക് അനുകൂലമാണോ എന്ന് ഒന്ന് പരിശോധിക്കുവാൻ തക്കണം ഇടയായി തീരട്ടെ. ആമേൻ. ദൈവം എനിക്ക് അനുകൂലമല്ല എങ്കിൽ ഏത് ഭാഗത്താണ് എനിക്ക് വീഴ്ച പറ്റിയത്, എന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണ് എനിക്ക് പരാജയം സംഭവിച്ചത് എന്ന് ദൈവത്തോടൊന്ന് ഏറ്റുപറയുവാൻ തക്കണമിടയായി തീരട്ടെ. ഒന്ന്, നമ്മെ തന്നെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ട്, നമ്മെ തന്നെ ദൈവവാദപീഠത്തെങ്കിൽ ഏൽപ്പിച്ചുകൊണ്ട് നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് വീഴുമ്പോൾ എന്നിട്ട് നമുക്ക് പറയാം, ആമേൻ, അപ്പോൾ നമുക്ക് മനസ്സിലാകും എന്റെ ദൈവം എനിക്ക് അനുകൂലമെന്ന് ധൈര്യത്തോടെ പറയുവാൻ തക്കണമിടയായി തീരട്ടെ. ആ ധൈര്യത്തോടെ നിന്നുകൊണ്ട് നമുക്ക് ശത്രുവിനോട് പറയാം, ആർ എനിക്കെതിരായി വരും. ആമേൻ, സ്തോത്രം. അടുത്തതായിട്ട് മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗം, 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 14 മുതൽ എലീശ, സ്തോത്രം, വായിച്ചാട്ടോ. 2 രാജാക്കന്മാർ 6:14. അവൻ അവിടേക്ക് ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങി. ആ ഭാഗം നമുക്കറിയാം. ദൈവപുരുഷന്റെ ബാല്യക്കാരൻ പുറത്തു വന്ന് നോക്കിയപ്പോൾ, സ്തോത്രം, സൈന്യവും കുതിരകളുമായിട്ട് വന്ന് നിൽക്കുന്ന കാഴ്ച കാണുന്നു. ഇത് കണ്ട് ഭയന്നുകൊണ്ട്, സ്തോത്രം, പ്രവാചകനെ കൊല്ലുവാൻ സൈന്യം വന്നിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ഈ സൈന്യത്തെ കണ്ടുകൊണ്ട് പേടിച്ച് ഭയന്നുകൊണ്ട് ഈ ബാല്യക്കാരൻ പ്രവാചകന്റെ അടുത്ത് വന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ചു കേൾക്കപ്പെട്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. എന്നാൽ അവന്റെ ആത്മിക കണ്ണുകൾ തുറക്കുമ്പോൾ ദൈവത്തിന്റെ രഥങ്ങളെയും തേരാളികളെയും കണ്ടപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ ദൈവം അവന് അനുകൂലമായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന കാഴ്ച കാണുവാൻ തക്കണമിടയായിത്തീരുന്നു. ദൈവമക്കളെ, സ്തോത്രം, വിശ്വാസ ജീവിതത്തിൽ, ആമേൻ, നമുക്ക് വിസിബിൾ ആയിരിക്കുന്ന, നമുക്ക് കാണുവാൻ കഴിയുന്ന പല യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം സാജു ജോൺ മാത്യു സാറിന്റെ ഒരു മെസ്സേജ് കേൾക്കാൻ തക്കണമിടയായി തീർന്നു. ആമേൻ, വിസിബിൾ റിയാലിറ്റി, നമ്മളെല്ലാവരും വിസിബിൾ റിയാലിറ്റിയിൽ മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇൻവിസിബിൾ ആയിട്ടുള്ള റിയാലിറ്റി ഉണ്ട്. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ആമേൻ. യെശയ്യാ പ്രവചനത്തിൽ പറയുന്ന വാക്യം, ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ, ആമേൻ, ദൈവം ഉയർന്നും പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ കാണുന്ന ദർശനത്തെ പറ്റി പറയുന്നുണ്ട്. അവിടെ, സ്തോത്രം, ഒരു വിസിബിൾ റിയാലിറ്റി. അതുവരെ ഉസിയ രാജാവ് ആ സിംഹാസനത്തിൽ ഇരുന്ന് വാണുകൊണ്ടിരുന്നു. അതുവരെ അവന്റെ രാജ്യത്വമായിരുന്നു, അവന്റെ സിംഹാസനമായിരുന്നു. എന്നാൽ ആമേൻ, സ്തോത്രം, ആ സമയങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രതാപകാലമായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു സന്ദർഭത്തിൽ ഇരിക്കുമ്പോഴും ഈ രാജാവിനെ കൊണ്ട് വാഴിക്കുന്ന ഒരു സിംഹാസനം അതിന്റെ പിന്നിലുണ്ടായിരുന്നു. അത് ഈ പ്രവാചകന്റെ കണ്ണുകൾക്ക് കാണാൻ തക്കോണം കഴിഞ്ഞില്ല. അപ്പോൾ ഉസിയാവും മരിച്ചപ്പോഴാണ് പ്രവാചകൻ ഇത് കാണുന്നത്, അദൃശ്യമായ സിംഹാസനത്തിൽ ഇരുന്നിരിക്കുന്ന കർത്താവിനെ. ആമേൻ, ആമേൻ, ഉയർന്നും താണും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ. അതുപോലെ തന്നെ ഇവിടെ അദൃശ്യമായി നിൽക്കുന്ന ഒരു സേന, ആമേൻ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നമുക്ക് വേണ്ടി പോരടിക്കുവാൻ, നമുക്ക് വേണ്ടി വിജയം നൽകുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ, നമ്മെ സംരക്ഷിക്കുവാൻ, നമ്മെ പരിപാലിക്കുവാൻ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതസംഘത്തിന്റെ ഒരു സേന നമ്മുടെ പിന്നിലുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞൂടെ പ്രിയമുള്ളവരെ, ധൈര്യത്തോടെ പറയാൻ തക്കണം ഇടയായി തീരത്തില്ലേ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ സേന നമ്മോടുകൂടെയുണ്ട്, കർത്താവിന്റെ സേന നമ്മോടുകൂടെയുണ്ട്. ദുഷ്ടാത്മ സേനകൾക്ക് നമ്മെ ജയിപ്പാൻ കഴിവുള്ളതല്ല, ദുഷ്ടാത്മ സേനകൾക്ക് നമ്മുടെ മേൽ ജയം ഭരിക്കുവാൻ കഴിവുള്ളതല്ല. ഇനിയുമുണ്ട് ഒരു സാഹചര്യം കൂടി പറയാം. ആമേൻ, സ്തോത്രം. എലിയാവിന്റെ കാര്യം, ഹല്ലേലൂയ. ബാലിന്റെ 450, ആമേൻ, അശേര 400, ഇങ്ങനെ പ്രവാചകന്മാർ, ആമേൻ, സ്തോത്രം, ബാലിന്റെ പ്രവാചകന്മാർ വന്നു നിൽക്കുകയാണ് എതിരായിട്ട്. ഈ ഒരു മനുഷ്യനെതിരെ വന്നു നിൽക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഒരേ ഒരു എലിയാവ്, ആമേൻ, സ്തോത്രം, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ അത്ഭുതം അവിടെ ഇറങ്ങുവാൻ തക്കൊണ്ട് ഇവിടെയായി തീർന്നു. എലിയാവിന്റെ ധൈര്യം എന്തായിരുന്നു? ഏലിയാവിന്റെ ചങ്കുറ്റം എന്തായിരുന്നു? സ്തോത്രം. ധൈര്യത്തോടെ പറയുന്നു, ആമേൻ, സ്തോത്രം, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ.
ഹല്ലേലൂയ. അവിടെ ശത്രുവിന്റെ ആ സ്തോത്രം ദുഷ്ടസേനയുടെ മുൻപിൽ ജയം വരിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നതായി നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ നാളുകളിൽ നമ്മെ നിന്ദിക്കുന്ന നമുക്ക് മേൽ ആമേൻ സ്തോത്രം ജയം വരിക്കുവാൻ വേണ്ടി പോരാടുന്ന ഏതൊരു ശക്തി ആയിക്കൊള്ളട്ടെ, അത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഏതൊരു കാലത്തും ദൈവമക്കൾക്കെതിരായിട്ട്, ദൈവസഭയ്ക്കെതിരായിട്ട് ഒരു പ്രവൃത്തി ഉണ്ടാകും. ഒരു ശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സത്യമാണത്, നിശ്ചയമാണത്. അത് വ്യക്തികളിലൂടെയാകാം, പിശാച് വ്യക്തികളിലൂടെ പ്രവർത്തിക്കാം, സംഘടനകളിലൂടെ പ്രവർത്തിക്കാം, ഒരുപക്ഷെ ആ രാജ്യത്തെ ഗവൺമെന്റിലൂടെ പ്രവർത്തിക്കാം. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരിക്കാം. നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ളതാകുന്ന രാഷ്ട്രീയ പാർട്ടികൾ, തീവ്ര സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വരുമ്പോൾ അത് ദൈവമക്കൾക്കെതിരായിട്ട് തിരിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളതാകുന്ന പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ സംജാതമാകുമെങ്കിലും അവിടെയും ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവമക്കൾ പറയും, ആമേൻ, ധൈര്യത്തോടെ പറയും, ചങ്കുറ്റത്തോടെ പറയും, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ഈ ലോകത്തിലെ ദുഷ്ടശക്തികളോ, ഈ ലോകത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളോ, ഈ ലോകത്തിലെ വമ്പന്മാരോ കോടീശ്വരന്മാരോ ആര് തന്നെ ദൈവസഭയ്ക്കെതിരായി, ദൈവമക്കൾക്കെതിരായിട്ട് വന്നാലും ആശയം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ മക്കൾ, ആശയം വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, ആമേൻ, ദൈവത്തിന്റെ സഭ ഒരിക്കലും നശിച്ചു പോകുന്നതല്ല, അത് പരാജയപ്പെട്ടു പോകുന്നതല്ല. ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കും നമ്മുടെ വിശ്വാസ ജീവിത രണാങ്കണത്തിൽ നമുക്ക് ധൈര്യത്തോടെ പറയാം, ആമേൻ, ഹല്ലേലൂയ, ഞാൻ തളർന്നു പോകുകയില്ല, ഞാൻ ക്ഷീണിച്ചു പോകുകയില്ല, ഞാൻ ശക്തിയോടെ, ഞാൻ ബലത്തോടെ എന്റെ ഓട്ടമോടി എന്റെ ബിരുദ പ്രാപിക്കുമെന്ന് പറയുവാനിടയായി തീരട്ടെ. ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. എഫേസ്യ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും. ആമേൻ. ഹല്ലേലൂയ. ദുഷ്ടാത്മസേനകളോട് നമുക്കൊരു എതിരുണ്ട്, പോരാട്ടമുണ്ട്. ആമേൻ സ്തോത്രം. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആമേൻ ആയുധവർഗ്ഗങ്ങളെ ധരിക്കണം. ആമേൻ സ്തോത്രം. ഫുൾ ആർമർ ഓഫ് ഗോഡ്. ബൈജിപാസ് എടുത്ത മെസ്സേജൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മൾ ധരിച്ചുകൊണ്ട് രക്ഷയുടെ ശസ്ത്രം, ആത്മാവിന്റെ വാള്, ആമേൻ, അങ്ങനെ എല്ലാവിധമാകുന്ന സ്തോത്രം വചനം പറയുന്ന എല്ലാവിധമാകുന്ന ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ആമേൻ ശത്രുവിനെ നേരിടുവാൻ തക്കവണ്ണം സന്നദ്ധരായി നിൽപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ആമേൻ സ്തോത്രം. യുദ്ധം കണ്ട് പിന്മാറിപ്പോകുന്നവരായിട്ട് തീരാതെ, യുദ്ധം കണ്ട് മാറിപ്പോകുന്നവരായി തീരാതെ, ആമേൻ സ്തോത്രം, ദൈവത്തോട് പറയണം, ആമേൻ സ്തോത്രം, കർത്താവേ, എന്റെ സ്വയശക്തിയിൽ ഊന്നിക്കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആമേൻ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങിൽ ചാരുന്നു, ഞാൻ അങ്ങയെ സ്വീകരിക്കുന്നു, ഞാൻ അങ്ങിൽ വളരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. എന്നിട്ട് ശത്രുവിനോട് പറ, നിനക്ക് എന്നെ എന്ത് ചെയ്യുവാൻ കഴിയും? ആമേൻ സ്തോത്രം. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് പറയുവാൻ ആമേൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. പുതിയ നിയമസഭയിലേക്ക് നമ്മൾ ഈ ദുഷ്ടാത്മസേനകളെ പറ്റി പറയുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം 12:13, യെഹെസ്കേൽ പ്രവചനം 28:2 റെഫറൻസ് പറഞ്ഞത് മാത്രം. അവിടെയെല്ലാം സ്വർലോകത്തിൽ ദുഷ്ടാത്മസേനകളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ നന്മകളെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ദുഷ്ടാത്മസേനകളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെ പലവിധമാകുന്ന പ്രതികൂലങ്ങളെ പറ്റി പറയുന്നുണ്ട്. ദുഷ്ടാത്മസേനകളുടെ മേൽ ജയം വരിക്കണമെങ്കിൽ കർത്താവിന്റെ കൃപയില്ലാതെ, അഭിഷേകമില്ലാതെ നമുക്കൊരിക്കലും സാധ്യമല്ല. ദൈവമക്കളെ, ഞാൻ എന്റെ ഹൃദയത്തിൽ ഇപ്പോൾ തോന്നിപ്പിച്ചത് കൊണ്ട് പറയട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും, കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പൊക്കെ നമ്മൾ അനുഭവിച്ച ആ ഒരു ആത്മീയ സന്തോഷം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യമുണ്ടല്ലോ. ആമേൻ സ്തോത്രം. അത് ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ആളുകൾ നമുക്കൊന്ന് വീണ്ടെടുക്കുവാൻ തക്കൊണ്ട് ഇവിടെയായി തീരണം. നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മുടെ സഭയിൽ കടന്നു വരുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു ആത്മസംതൃപ്തിയിലേക്ക് നമുക്ക് വരുവാൻ തക്കണം ഇടയായി തീരണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ വചനത്തിൽ വളർന്നു, നമ്മൾ ആത്മാവിൽ വളരുവാൻ തക്കണം ഇടയായി തീരട്ടെ. വചനത്തിനൊപ്പം ആത്മാവിലും വളർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, നിൽക്കുന്നിടം മറന്നുകൊണ്ട്, ഇരിക്കുന്നിടം മറന്നുകൊണ്ട് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഇടയായി തീരട്ടെ. കടന്നു വരാം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, പുതിയ നിയമത്തിൽ സ്തോത്രം, നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7:56, 7-56 അവിടെ വായിച്ചാട്ടോ. മതി, അത് മതി. ആമേൻ. സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ഇത് ആരുടെ വാക്കുകളാണ്? സ്തെഫാനോസിന്റെ വാക്കുകളാണ്. ആമേൻ. ജനം നിൽക്കുന്നത് എന്തുകൊണ്ടാ? ആമേൻ സ്തോത്രം. കല്ലെടുത്തുകൊണ്ടാ. അവരുടെ ജനത്തിന്റെ കയ്യിൽ കല്ലാണ്. ആ കല്ലിന് മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗീയ ദർശനങ്ങളെ പ്രാപിക്കുന്ന സ്തെഫാനോസ്, സ്വർഗീയ ദർശനങ്ങളെ കാണുന്നവരാകുന്ന സ്തെഫാനോസ്. ആമേൻ സ്തോത്രം. ഈ ലോകം നമുക്ക് നൽകുന്ന ഒരു പക്ഷേ ആമേൻ ശിക്ഷകളും സ്തോത്രം, ലോകത്തിൻ്റെതാകുന്ന ശിക്ഷകളും പലവിധമാകുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ ആയിരിക്കാം. എന്നാൽ ദൈവമക്കളായിരിക്കണം നമ്മൾ പ്രാപിച്ച ദർശനം എന്ന് പറയുന്നത് നിത്യതയുടെ ദർശനമാണ്, സ്വർഗത്തിന്റെ ദർശനമാണ്.
അങ്ങനെയാകുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ആ ദർശനം പ്രാപിച്ച ദൈവമക്കൾ ദർശനം പ്രാപിച്ച ദൈവമക്കൾ ആ ദർശനത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ വരുന്ന പലവിധമാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. അതിന് മേൽ ജയം ഭരിക്കുവാൻ തക്കണമിടയായി തീരട്ടെ. ആമേൻ. സ്തോത്രം ഹല്ലേലൂയ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ആദിമ സഭയിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നേ. ആദിമ സഭകൾ എങ്ങനെയായിരുന്നു? 1-ാം നൂറ്റാണ്ടിലെ സഭകളൊക്കെ എങ്ങനെയായിരുന്നു? കഷ്ടതയിലൂടെ, കൊടിയ പീഡയിലൂടെ അവരന്ന് ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് യഹൂദാമതം ആമേൻ പ്രകമ്പനം കൊണ്ട് നിൽക്കുന്ന സന്ദർഭം, അതുപോലെ തന്നെ സ്തോത്രം റോമാ സാമ്രാജ്യത്തിന്റെ ശക്തമായ സ്തോത്രം ഭരണം, അങ്ങനെ വളരെ ദൈവസഭയ്ക്ക് വിരോധമായിട്ട് വളരെ ശക്തമായി നിൽക്കുന്ന നിയമവാഴ്ചകളായിരുന്നു അന്നത്തെ കാലത്ത്. എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര പേർ രക്തസാക്ഷിത്വം വഹിച്ചു. ഓരോ ദിവസം പ്രതി മനുഷ്യർ ആമേൻ സ്തോത്രം വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്നു. ഇങ്ങനെ അനവധി ദൈവദാസന്മാർ, അനവധി പേർ, അനവധി കുടുംബങ്ങൾ ആമേൻ സ്തോത്രം, അനവധി സഹോദരിമാർ വിധവമാരായി, അനവധി കുഞ്ഞുങ്ങൾ അനാഥരായി, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടന്നുപോയി. ആമേൻ സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ സഭ തളർന്നുപോയോ? 1-ാം നൂറ്റാണ്ടിലെ സഭ ക്ഷീണിച്ചു പോയോ? ഇല്ല, മേൽക്കുമേൽ ജയം പ്രാപിച്ചു. കാലങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ, വർഷങ്ങൾ കഴിഞ്ഞു വരുമ്പോൾ, ഇന്ന് 2023-ാം ആണ്ടിൽ നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ദൈവസഭ എവിടെയൊക്കെയുണ്ട്? ഭൂലോകത്തിന്റെ 5 വൻകരകളിലും വ്യാപിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നില്ലേ? സുവിശേഷം എവിടെയൊക്കെ കടന്നു ചെന്നു? ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തപ്പെടുവാൻ തക്കൊണ്ട് ദൈവം സഹായിച്ചില്ലേ? ആമേൻ സ്തോത്രം. ആമേൻ. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഹല്ലേലൂയ. ആമേൻ. പ്രതികൂലമായി വരുന്ന ശക്തികളുടെ മധ്യത്തിൽ ആമേൻ നമുക്ക് ജയിപ്പാൻ ആവശ്യമാകുന്ന, ദൈവത്തിന്റെ വചനത്തിന് ജയിപ്പാൻ ആവശ്യമാകുന്ന ശക്തി ആമേൻ ഉയരത്തിലെ ദൈവം നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്, അതിന് മേൽ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലെ സഭകളെ പറ്റി പറഞ്ഞ ഒരു ദൈവദാസന്റെ മെസ്സേജ് എന്ന് കേട്ട ഭാഗം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആമേൻ സ്തോത്രം. 1-ാം നൂറ്റാണ്ടിൽ നമ്മളിപ്പോൾ സാക്ഷി പറയത്തില്ലേ? നമ്മളിത് വന്ന് സാക്ഷി പറയുന്നത് എന്താണ്? കഴിഞ്ഞ ഒരു ആഴ്ചവട്ടക്കാലം ദൈവം എനിക്ക് നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, എന്റെ ജീവിതത്തിൽ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ പറയും ഞാൻ ഈ ആഴ്ച നാട്ടിലേക്ക് കടന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയും അടുത്ത ആഴ്ച ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് കടന്നു വരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇതൊക്കെ നമ്മൾ പറയും. നല്ല കാര്യം. ദൈവമക്കളുടെ മധ്യത്തിൽ, സഭയുടെ മധ്യത്തിൽ എഴുന്നേറ്റ് സാക്ഷി പറയുന്നത് നല്ലതാണ്. ആമേൻ സ്തോത്രം. എന്നാൽ 1-ാം നൂറ്റാണ്ടിലെ സഹോദരിമാരുടെ സഭ, അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് ആരാധിപ്പാൻ തക്കവണ്ണ സ്ഥലങ്ങളിലായിരുന്നു. അവർ ആരാധിക്കാൻ പോയ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഗഹ്വരങ്ങളിലും ഗുഹകളിലും ഒക്കെ പോയിരുന്നവർ കർത്താവിനെ ആരാധിച്ചു അത്രേ. ആമേൻ സ്തോത്രം. അവര് കല്ലറകളിൽ പോലും ഈ കല്ലുകൾ, പാറക്കല്ലുകൾ വെട്ടിയുണ്ടാക്കിയ അറകളിലായിരുന്നല്ലോ കല്ലറകൾ അന്ന് കാലത്ത്. അങ്ങനെയുള്ള കല്ലറകളിൽ പോലും ഇവർ പോയിരുന്ന് ആരാധിച്ചിരുന്നു. ആമേൻ സ്തോത്രം. നിയമത്തെ ഭയന്നുകൊണ്ട്, അന്നത്തെ വാഴ്ചയെ ഭയന്നുകൊണ്ട് ജനം അങ്ങനെ പോയിരുന്ന് ദൈവത്തെ ആരാധിച്ചിരുന്നു. ഇങ്ങനെ ആരാധിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് കടന്നു പോകുന്ന ഭാഗത്തെല്ലാം അവർ എഴുതി വെക്കുന്ന ഒരു ചിഹ്നമുണ്ടെന്ന് പറയുന്നു. ഒരു മീൻ, ആ മീന്റെ തല ആണ് ആരോയായിട്ട് അവർ മനസ്സിലാക്കി. ഒരു മീന്റെ ചിത്രം കൊത്തിവെക്കുമായിരുന്നു അത്രേ. ഈ കൊത്തിവെക്കുന്ന ചിത്രത്തിൽ ആ മീന്റെ തല നോക്കിയിട്ടാണ് ഇവർ ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി ആലയത്തിലേക്ക് പോകുമായിരുന്നു യഹൂദ ക്രിസ്ത്യാനികൾ. അങ്ങനെ പോയ സന്ദർഭത്തിൽ ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ കൊടിയ പീഡനങ്ങൾ ഏൽക്കപ്പെട്ടു. സഹോദരിമാർ സാക്ഷ്യം പറയും, ഇന്നലെ കഴിഞ്ഞ ആഴ്ച എന്റെ ഭർത്താവ് സ്തോത്രം ഇവിടുത്തെ റോമാ ഗവൺമെന്റിനാൽ മരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കപ്പെട്ടു. ആമേൻ. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് പറയും. സ്തോത്രം. ഹല്ലേലൂയ. ജനമെല്ലാം ചേർന്ന് സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എത്ര പ്രതികൂലങ്ങളായിരുന്നു, എത്ര അനർത്ഥങ്ങളായിരുന്നു, എത്ര ബുദ്ധിമുട്ടുകളായിരുന്നു. പോട്ടെ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചല്ലോ, നോർത്തിനൊരു ദേവദാസനെ തല്ലി കൊന്നുവെന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അറിയപ്പെടുന്നത് ഇത്രയും, അറിയപ്പെടാത്ത എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിലും പല ഭാഗങ്ങളിലായി എത്രയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഇവിടെയൊന്നും സഭ തടർന്നു പോകുന്നില്ല, എന്നാൽ വാഗ്ദത്തം നശിച്ചു പോകുന്നില്ല. വാഗ്ദത്തം അതിന്റെ പൂർത്തിയിലേക്ക് വരിക തന്നെ ചെയ്യും. ഇതിനിടയ്ക്ക് ഇങ്ങനെ അല്പമാകുന്ന സംഭവങ്ങളൊക്കെ നടന്നിരിക്കും. എങ്കിലും ആമേൻ സ്തോത്രം, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദത്തം ഒരിക്കലും നശിച്ചു പോകുന്നതല്ല. നമ്മൾ ആദ്യം വായിച്ച ഭാഗം ആമേൻ സ്തോത്രം, പഴയ നിയമത്തിൽ നമ്മൾ വായിച്ചതുപോലെ, ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആമേൻ സ്തോത്രം, ജനം എന്താണ്, ഇവർ ആരാണെന്ന് ഈ അമോര്യ രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഞാൻ പറയാം. കനാന്റെ പുത്രന്മാരാണ് സ്തോത്രം അമോര്യർ എന്ന് പറയുന്നത്. പിന്നീട് പുറപ്പാട് പുസ്തകം 3-8 വരികയാണെങ്കിൽ ആമേൻ സ്തോത്രം, ദൈവം തന്റെ ദാസനായ മോശയ്ക്ക് സ്തോത്രം ദർശനം കൊടുക്കുന്ന ഭാഗം, ആമേൻ തന്റെ അമ്മായപ്പനായ യിത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് ദൈവത്തിന്റെ പർവ്വതമാകുന്ന ഹോരേബോളം ചെല്ലുന്ന മോശ, അവിടെ വെച്ച് ദൈവം സംസാരിക്കുന്ന ഇടപെടുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ വെച്ച് പറയുന്നുണ്ട്, ആമേൻ നിങ്ങൾ അവകാശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തെ ആമേൻ കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവർ, എബ്യൂസ്യർ, അങ്ങനെ ജാതികളെ നീക്കി നിനക്ക് അവിടെ അവകാശം തരും. ആമേൻ. അവിടെ ജാതികൾ കൈവശമാക്കപ്പെട്ടിരിക്കുകയാണ്, ജാതികൾ അവകാശമാക്കി വെച്ചിരിക്കുകയാണ്. ഈ അമോര്യർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ജാതികൾ അവകാശമാക്കി വെച്ചിരിക്കുകയാണ് ദൈവജനത്തിന്റെ വാഗ്ദത്ത ഭൂമി.
ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ വാഗ്ദത്ത ദേശത്തിലേക്ക് നമ്മളെ എത്തിക്കാതെ, ആമേൻ സ്തോത്രം, അതിനുമേൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, ദുർഘടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, നമ്മെ നമ്മുടെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കാത്ത വിധത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ തളർത്തിക്കളയുന്ന, നമ്മളെ ഡൈവേർട്ട് ചെയ്ത് മാറ്റിക്കളയുന്ന, നമ്മളെ നിർത്തിക്കളയുന്ന ഏതൊരു ശക്തികളെയും നോക്കിയിട്ട് നമുക്ക് പറയാം, എന്റെ വാഗ്ദത്തം എന്റെ കനാൻ, എന്റെ വാഗ്ദത്തം സ്വർഗീയ കനാനാണ്, ഞാൻ അതിനെ നോക്കി യാത്ര ചെയ്യുന്നവനാണ്. ആമേൻ സ്തോത്രം. ഇതിനിടയിൽ എന്ത് പ്രതിബന്ധങ്ങൾ വന്നാലും ഞാൻ തളർന്നു പോകുകയില്ല. ദൈവമക്കളെ, മറ്റൊരു വിധത്തിൽ നമുക്ക് ചിന്തിക്കാം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം 6 എന്ന വചനത്തിൽ സ്തോത്രം, നമുക്ക് എതിരായിട്ടൊരു മനുഷ്യൻ വരികയാണെങ്കിൽ, നമ്മുടെ ജോലി സ്ഥലത്താകട്ടെ, നമ്മൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ, ഭൗതിക മേഖലകളിലൊക്കെ അനവധി എതിരുകൾ നമ്മൾ നേരിടേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചില പ്രതികൂലങ്ങൾ നമ്മൾ നേരിടുമ്പോൾ, ആമേൻ സ്തോത്രം, നമ്മൾ സ്തോത്രം അവരോട് സംസാരിക്കുന്ന, ഒരു പക്ഷേ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ നമ്മൾ ഇത് വന്നു പോകും, നമ്മൾ തെറ്റിപ്പോകുവാൻ തക്കോണം ഇവിടെയായി സാധ്യതയുണ്ട്. സ്തോത്രം. അതാണ് ശത്രുവിന് ആവശ്യം, ശത്രുവാണ് അതാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ സ്തോത്രം, ക്രൂശിൽ സകല ബലത്തെയും കാൽ കീഴാക്കിയ, ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഭക്തരായ ദൈവമക്കൾ ശക്തിയോടെ പറയണം, സ്തോത്രം, ഇവയ്ക്കൊന്നും എന്റെ മേൽ അധികാരം കൊള്ളുവാൻ തക്കോണം ഇടയായി തീരത്തില്ല. ആമേൻ സ്തോത്രം. നിനക്ക് എന്റെ മേൽ യാതൊരു ജയവും എടുക്കുവാനുള്ള അധികാരമില്ല. ആമേൻ സ്തോത്രം. ഞാൻ ആരാധിക്കുന്ന ക്രിസ്തു, ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ ബലപ്പെടുത്തുവാൻ, എന്നെ ശക്തീകരിക്കുവാൻ, എന്നെ നിത്യതയോളം കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം പര്യാപ്തനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ വിശ്വാസ ജീവിതത്തിൽ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ, ആമേൻ, അടിയുറച്ച് വിശ്വാസത്തിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സ്തോത്രം. സ്തോത്രം. കൊലോസ്യർ 2:15 വായിച്ചാട്ടെ. കൊലോസ്യ ലേഖനം 2:15. ആഴ്ചകളെയും അധികാരങ്ങളെയും ആമേൻ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ആമേൻ. മതി. പാഴ്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും, ആമേൻ സ്തോത്രം, ആമേൻ ആമേൻ, അവരുടെ ആയുധവർഗം താഴെ വെപ്പിച്ച്, ആമേൻ, അധികാരം എന്താണ്, അതിന്റെ മേൽ ജയം കൊണ്ടാടിയ ക്രിസ്തു യേശു. ഹല്ലേലൂയ. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പറ്റി പറയുമ്പോൾ, നമ്മളൊക്കെ കഴിഞ്ഞ ദിവസവും ഞാനിങ്ങനെ സഹോദരന്മാരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു ഭാഗമാണ്. ആമേൻ സ്തോത്രം. നമ്മളൊക്കെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് വേണ്ടി തന്നെ പല തടസ്സങ്ങളെ നമുക്ക് കാണാൻ തക്കൊണ്ട് ഇടയായിത്തീരുന്നുണ്ട്. നമ്മള് സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ, എന്താണ്, പിലാത്തോസ്, സ്തോത്രം, പിലാത്തോസിന്റെ ഭാര്യ എന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ. നമ്മളൊക്കെ പറയുന്നത് എന്താണ്, അവളുടെ ഹൃദയത്തിൽ ദൈവം മനസ്സലിവ് തോന്നിപ്പിച്ചു, അല്ലെങ്കിൽ അവളെ ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിച്ചു എന്താണ്, അവൻ നീതിമാനാണ്, അവനിൽ പാപമില്ല എന്ന് തോന്നിപ്പിച്ചു. പക്ഷെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, അങ്ങനെ ഒരു സ്ഥിതിയാണെങ്കിൽ ആമേൻ, അത് ദൈവ പദ്ധതികൾക്ക് വിരോധമല്ലേ? ആമേൻ, ആ ക്രൂശീകരണത്തിന് വിരോധമല്ലേ? ക്രൂശീകരണം നടക്കാതിരിക്കാൻ തൊട്ടുള്ള തടസ്സമല്ലേ അത്? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ നിർണയം, ലോകത്തെ രക്ഷിപ്പാൻ, മാനവകുലത്തെ രക്ഷിപ്പാൻ, ആമേൻ, ഇസ്രായേൽ പൗരോഹിത്യത്തോട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ, നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള രക്ഷണ്യ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് തടസ്സമായിരുന്നത് എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ എതിരുകൾ ഉണ്ടായിരുന്നു? എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നു? അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ആമേൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയ ക്രിസ്തുവേശുവിന്റെ സാക്ഷികൾ, ക്രിസ്തുവേശുവിന്റെ അനുകാരികൾ, അവനെ പിൻപറ്റിയ ദൈവമക്കൾ, നമ്മൾ എത്ര ഭാഗ്യം സിദ്ധിച്ചവരാ, നമ്മൾ എത്ര ശ്രേഷ്ഠരാണ്. ഈ ലോകത്തിലെ മറ്റുള്ള മനുഷ്യരെക്കാൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. ഇനി ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് വരെയുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ യാത്രകളിൽ സ്തോത്രം, ഈ പ്രതിബന്ധങ്ങളെ കണ്ടുകൊണ്ട് തളർന്നു പോയവരായി, ക്ഷീണിച്ചു പോയവരായി നമ്മളൊക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ മടങ്ങി വരവേണ്ട ദിവസമാണ്. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കപ്പെടേണ്ട ദിവസങ്ങളാണ്. കർത്താവിനോട് നമുക്ക് പറയാം, ദൈവമേ, ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ അല്പമാകുന്ന ഒരു പ്രതികൂലം വന്നപ്പോൾ, ഒരു മനുഷ്യൻ എനിക്കെതിരെ സംസാരിച്ചപ്പോൾ, ഒരു മനുഷ്യന്റെ വാക്കുകൾ കേട്ടപ്പോൾ, ഒരു വ്യക്തിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ തളർന്നുപോയി, ഞാൻ തകർന്നുപോയി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ആമേൻ സ്തോത്രം. നമുക്ക് പറയാം, കർത്താവേ, ഹല്ലേലൂയ, ആരെനിക്കെതിരായിരുന്നാലും എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. സ്തോത്രം. മറ്റൊരു കാര്യമുണ്ട്, ആമേൻ, ദൈവം അനുകൂലമായിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഒരു പക്ഷേ നേട്ടങ്ങൾ ഉണ്ടായെന്ന് വരില്ല. ഈ ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചെന്നോ, പദവികൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാനത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ സ്തോത്രം, ദൈവത്തെ അറിയുന്നവർ, ഭക്തനായ ദൈവമക്കൾ, നമ്മളെല്ലാവരും ചേർന്ന് കർത്താവിനോട് പറയണം, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്. ഈ ലോകത്തിൽ എനിക്കൊന്നുമില്ലെങ്കിലും
അങ്ങ് മാത്രം മതി എന്ന് പറയുവാൻ തക്കണമിടയായി തീരണം. അപ്പോസ്തലനാകുന്ന പൗലോസിന്റെ ജീവിതത്തെ നിങ്ങളൊന്ന് നോക്കിക്കേ. ആമേൻ, സ്തോത്രം. റോമാലേഖനം എഴുതുമ്പോൾ ഉപദേശ സത്യങ്ങളെ നമുക്ക് വേണ്ടി ഇത്ര മനോഹരമായിട്ട് പ്രവർത്തനയ്ക്ക് നമുക്ക് നൽകി തന്നിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ആമേൻ തന്നിൽ കൂടെ പ്രവർത്തിച്ച് ഈ ഒരു ലേഖനം നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുമ്പോൾ, സ്തോത്രം, ആമേൻ തന്റെ ജീവിതത്തെ നോക്കണം. ആമേൻ 13 വയസ്സ് വരെ ആമേൻ, സ്തോത്രം, കിലിക്കിയിലെ തർശസിൽ ആയിരുന്നു, തന്റെ സ്വദേശത്തായിരുന്നു. അതിനുശേഷം ആമേൻ, സ്തോത്രം, യെരുശലേമിലേക്ക് വരുന്നു. യെരുശലേമിലേക്ക് വന്ന് ഏകദേശം 10 വർഷത്തോളം ഗമാലിയേലിന്റെ എന്താണ് കാൽക്കലിടുന്നു കൊണ്ട് ആമേൻ ദൈവവചനം, ന്യായപ്രമാണം അഭ്യസിക്കുവാൻ തക്കണമിടയായി തീർന്നു. അന്ന് ലോകം നൽകുന്ന ഏറ്റവും നല്ല ഗ്രാജുവേഷൻ, ഏറ്റവും നല്ല ഒരു ഡിഗ്രി അല്ലെങ്കിൽ അത്ര മേൽത്തരമായ ഒരു വിദ്യാഭ്യാസം കരഗതമാക്കുവാൻ തക്കണമിടയായി തീർന്നു. അതിനുശേഷം ആമേൻ ഏകദേശം 24 വയസ്സ് അടുത്ത് തിരിച്ച് എവിടേക്ക് പോകുന്നു? സ്തോത്രം, തർശസിലേക്ക് പോകുന്നു. തർശസിലേക്ക് പോയിട്ട് തന്റെ കുടുംബത്തെയും തന്റെ ചാർച്ചക്കാരെയും പ്രിയപ്പെട്ടവരെയും യഹൂദാമതത്തിൽ ന്യായപ്രമാണത്തിൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മടങ്ങിപ്പോകുന്നു. അതിനുശേഷം സ്തോത്രം പിന്നെയും താൻ മടങ്ങി വരുന്നു. ആമേൻ, സ്തോത്രം. ഈ താൻ മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിലാകണം ചരിത്രത്തിന്റെയും കാലത്തിന്റെയും ആ ഒരു ഭാഗം വെച്ച് ചിന്തിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷാ കാലഘട്ടം. ആമേൻ, യേശുക്രിസ്തുവിന്റെ സമകാലീനായിരുന്നുവെന്ന് നമുക്ക് പുസ്തകങ്ങളിലൂടെയൊക്കെ വായിക്കാൻ തക്കണമിടയായി തീരുന്നു. അങ്ങനെ സ്തോത്രം, ഈ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് താൻ തർശസിലായിരിക്കുന്നു. അതിനുശേഷം അവിടെ ഒരു കേൾവി ഉണ്ടാകുന്നു. എന്ത്? ക്രിസ്തുമതം എന്നൊരു മതം, അല്ലെങ്കിൽ ക്രിസ്തു മതമല്ല, ക്രിസ്തു എന്നൊരു മനുഷ്യൻ ഇങ്ങനെ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു, അനേകം പേർ അതിലേക്ക് വരുന്നു എന്നൊക്കെ കേൾക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ സഭയെ പിടിപ്പിക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന പൗലോസ്, ആമേൻ, സ്തോത്രം, സ്തോത്രം, ഡമസ്കസിന്റെ പടിവാതിൽക്ക് വെച്ച് അവിടെ കടന്നു വന്ന സന്നദ്ധിനി സംഘത്തിലെ അംഗമായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ തക്കവണ്ണം കഴിയുന്നു. അധികാരത്തിൽ, പദവിയിൽ, എല്ലാ നിലകളിലും മാന്യനായ ഒരു വ്യക്തിയായിരുന്നു, ആദരിക്കപ്പെടുന്ന വ്യക്തിയായിരുന്നു, അനവധി ശ്രേഷ്ഠകൾ ഉണ്ടായിരുന്നു, താൻ അതിസമ്പന്നനായിരുന്നുവെന്നും പറയുന്നു. അങ്ങനെ ഇരിക്കെ സ്തോത്രം, കർത്താവിനാൽ പിടിക്കപ്പെട്ട് ആമേൻ, ഞാൻ സ്തോത്രം, നീ ശിക്ഷിക്കുന്ന ആമേൻ യേശുവാകുന്നുവെന്ന് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് കർത്താവിനാൽ പിടിക്കപ്പെട്ട് സ്തോത്രം ദൈവത്തിന്റെ ദാസനായി മാറ്റപ്പെടുന്നു. ഒന്നുമില്ലാത്തവനായി സ്തോത്രം, ഹല്ലേലൂയ, റോമാ ഗവൺമെന്റ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്തോത്രം, നിജപുത്രന് പറയുന്ന വാക്കുകൾ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ആമേൻ, ഒരു പുതപ്പ് കൂടി കൊണ്ടുവരണം. ആമേൻ, ലിഖിതങ്ങളും പുതപ്പും എടുത്തുകൊണ്ട് നീ എന്നെ കാണുവാൻ വരണമെന്ന് പറയുന്ന ഭാഗം. ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകത്തിലെ സകല സമ്പത്തുണ്ടായിരുന്നിട്ടും, സകല നന്മകൾ ഉണ്ടായിരുന്നിട്ടും, സകലത്തെയും വിട്ടെറിഞ്ഞ് ആമേൻ, സ്തോത്രം, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ക്രിസ്തുവിന്റെ നിന്ന സമ്പത്ത് എണ്ണിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച സ്തോത്രം പൗലോസ് അപ്പോസ്തലൻ. ആ അപ്പോസ്തലന്റെ സ്തോത്രം ജീവിതത്തിന്റെ അവസാന ഭാഗങ്ങൾ സ്തോത്രം നമ്മൾക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ അവസാനിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് ലൂക്കോസാണ്. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: അപ്പോസ്തലനാകുന്ന പൗലോസിന്റെ ഈ മരണസമയത്ത് അപ്പോസ്തലനോടൊപ്പം ഉണ്ടായിരുന്നത് ലൂക്കോസ് ആണ്. അദ്ദേഹത്തിന് മരണ ശുശ്രൂഷ, അടക്ക ശുശ്രൂഷകൾ ചെയ്തതെന്നൊക്കെ പറയുന്നു. ആമേൻ, സ്തോത്രം. ഡോക്ടർ ലൂക്കോസ്. ആമേൻ, സ്തോത്രം. ഈ ശിരച്ഛേദം ചെയ്യപ്പെട്ട ശരീരം വാരിക്കൂട്ടി അത് കൊണ്ടുവന്ന് അടക്കി തന്റെ അന്ത്യശുശ്രൂഷകളൊക്കെ ചെയ്യപ്പെട്ടത്രേ. അങ്ങനെ ചെയ്തതിനു ശേഷവും സ്തോത്രം, ഈ ലൂക്കോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുമ്പോൾ, സഭാചരിത്രം എഴുതുമ്പോൾ അവിടെ എങ്ങും സ്തോത്രം ഈ അപ്പോസ്തലനാകുന്ന പൗലോസിന്റെ മരണത്തെ പറ്റി പറഞ്ഞിട്ടില്ല. സ്തോത്രം, അപ്പോസ്തലന്റെ മരണത്തെ പറ്റി പറയുന്നില്ല. എവിടെയോ ഒരു വീട്ടിൽ, വാടകയ്ക്കെടുത്ത് വീട്ടിൽ ഇരുന്നു കൊണ്ട് ഇന്നും സുവിശേഷ ഘോഷണം നടത്തുന്നു എന്നാണ് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അത്രയേറെ സ്തോത്രം ദൈവത്തെ എന്താണ് പറയാ, ആ ഒരു മരണം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ, പൗലോസിന്റെ ജീവിതം ആ മരണം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ അവിടെ കൊണ്ട് തീർന്നു പോയേനെ. ഒരു കല്ലറയായിട്ടോ, ഒരു അടയ്ക്കപ്പെട്ട കല്ലറയായിട്ടോ നിന്നു പോയേനെ. എന്നാൽ ജീവനുള്ള ഈ ദൈവത്തിന്റെ വചനം ഓരോ നിമിഷവും നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ വായിക്കുമ്പോൾ, ലേഖനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അപ്പോസ്തലന്റെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, നമ്മെ ജീവിപ്പിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മെ ശക്തീകരിക്കുന്ന ഈ വചനം നമ്മുടെ ഉള്ളിൽ എന്താണ്? ജീവനും ശക്തിയും ചൈതന്യവും നൽകി തരുന്നു. ആമേൻ, എത്ര ശ്രേഷ്ഠകരമായ വാക്യം, എത്ര മനോഹരമായ വാക്യം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് കടന്നു വരാം. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഇന്ന് രാത്രിയിൽ ദൈവസഭയെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ, ഏതെങ്കിലും വിഷയങ്ങളുടെ മധ്യത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ഭാരപ്പെട്ട് അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണോ എങ്കിൽ പറയാം, സ്തോത്രം, ഇന്നയാൾ അല്ലെങ്കിൽ എന്റെ ജോലി എനിക്കൊരു ഭാരമായി തീർന്നിരിക്കുന്നു, എനിക്കെതിരെ അവിടെ ഇങ്ങനെ ചില ആലോചനകൾ നടക്കുന്നു, എനിക്കെതിരായിട്ട് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നടക്കുന്നു. ആമേൻ, സ്തോത്രം, ധൈര്യത്തോടെ പറ, വിശ്വാസത്തോടെ പറ, എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ആമേൻ, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് പറയുവാൻ തക്കണപടിയായി തീരട്ടെ. എബ്രായർ ലേഖനം 13:6. ആമേൻ, സ്തോത്രം, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല എന്ന് ധൈര്യസമേതം നമുക്ക് ഏറ്റുപറയാം. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല എന്ന്
ധൈര്യത്തോടെ നമുക്ക് ഏറ്റു പറയാം. ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നമ്മെ സമ്പൂർണ്ണമായി കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിച്ചാട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ടെ. നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമുക്ക് പറയാം, എന്റെ ദൈവം എനിക്ക് അനുകൂലമാണ്, യാതൊരു ശക്തിക്കും എന്റെ മേൽ അധികാരമില്ല, അവകാശമില്ല. എന്റെ വാഗ്ദത്തത്തിന്റെ മേൽ, എന്റെ സ്തോത്രം ഭൗതിക നന്മകൾക്ക് മേൽ, എന്റെ ജീവിതത്തിന്റെ മേൽ ശത്രുവിന് യാതൊരു വിധമാകുന്ന അവകാശങ്ങളുമില്ല. വാഴ്ചകളുടെ മേലും അധികാരം, വാഴ്ചകളുടെ മേലും സകലവിധമാകുന്ന ദുഷ്ടാത്മ സേനകളുടെ മേലും ആയുധവർഗം വെപ്പിച്ച അധികാരം ഉള്ളവനാകുന്ന കർത്താവ്, സകലത്തിനു മേലും ജയം വരിച്ചവനാകുന്ന കർത്താവ് എന്റെ കൂടെയുള്ളിടത്തോളം, എന്റെ കർത്താവിനോട് കൂടെയുള്ളിടത്തോളം ഞാൻ പേടിക്കയില്ല. ഞാൻ ധൈര്യമായി എന്റെ യാത്ര തിരിയും, എന്റെ യാത്ര ചെയ്യും. എന്റെ വിശ്വാസ ജീവിതം ഞാൻ ധൈര്യസമേതം കഴിക്കുമെന്ന് പറയുവാൻ തൊപ്പിടപടിയായി തീരട്ടെ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ സമ്പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് തന്നെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. സ്വർഗീയ പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത കർത്താവേ. ആമേൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് നൽകുന്ന ഈ ദൈവിക സന്ദേശത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവേ. ആമേൻ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട്, അങ്ങിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ എതിരുകളെയും ശത്രുവിന്റെ സകല പ്രവൃത്തികളെയും നിഷ്ഫലമാക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അനുകൂലമെന്ന് ഉറച്ചു വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്താട്ടെ. ആമേൻ. ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.